ലൈവിൽ ഇപ്പൊ വീണ്ടും അടിപൊട്ടിയിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം, ആദില നൂറ ഇവരുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമന്റുകൾ കാണാനായിട്ട് പറ്റും. 10,000-ലേറെ കോമന്റുകൾ. അത് തെറി അഭിഷേകമാണ്, തെറി അഭിഷേകം. ആദിലേനെ തെറി വിളിച്ചുകൊണ്ടുള്ള അനുമോളുടെ PR ടീമുകളുടെ പെയ്ഡ് PR അറ്റാക്ക് ആണ് ആദിലയുടെയും നൂറയുടെയും യൂട്യൂബ് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ തന്നെ, ലൈവില് നിങ്ങൾ ഓർത്തോണം, ഈ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ തന്നെ അനുമോളുടെ ആളുകൾ പോയി ആദിലയുടെ ഇൻസ്റ്റാ യൂട്യൂബ് പേജുകളിലൊക്കെ പോയി ആദിലേനെ തെറി അഭിഷേകമാണ്. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും അനുമോൾ അറിയുന്നില്ല. അനുമോൾ അതിനകത്തിരുന്ന് കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒന്നാണ് ചത്ത് കാണിച്ചു കൊടുക്കാം അക്ബറിന്, ഞാൻ ചത്ത് കാണിച്ചു കൊടുക്കാം, ചത്ത് കാണിച്ചു കൊടുത്താലേ വിശ്വസിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡോണ്ട് ഫീൽ എനിത്തിങ്. എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. എനിക്കിത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. നിർവികാര്യമായിട്ടാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും അനുമോൾക്ക് കൊട പിടിക്കാൻ ഒരു ലക്ഷ്മി തമ്പുരാട്ടിക്ക് എന്തിന്റെ കേടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലക്ഷ്മിക്ക് ഈ ഒരു കേസില് അനുമോൾക്ക് എതിരെ വേണേലും നിന്ന് സംസാരിക്കാം, അല്ലെ ഒന്നും മിണ്ടാതിരിക്കാം. പക്ഷെ ലക്ഷ്മി ചൂസസ് ടു സ്പീക്ക് ഫോർ അനുമോൾ. അനുമോൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി വന്നതെന്നൊക്കെ തോന്നിപ്പോകുന്ന ലെവലില് ലക്ഷ്മി ഇരുന്നങ്ങ് വെള്ളപൂശുകയാണ്. പറയുന്നത് എന്താണ്, എല്ലാവർക്കും PR ഉണ്ട്, എല്ലാവർക്കും ഇവിടെ PR ഉണ്ട്, എല്ലാവർക്കും ഇത്രയും ലക്ഷം രൂപ കൊടുത്ത പെയ്ഡ് PR, ഈ ലെവലിലുള്ള ഇത്രയും ടാർഗറ്റഡ് അറ്റാക്സ് നടത്തിയിട്ടുള്ള PR ടീമുകൾ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. ഇത്രയധികം PR ചർച്ചയായിട്ടുള്ള ഒരു സീസൺ വേറെ ഇല്ല. കഴിഞ്ഞ ഒന്നുമില്ലായിരുന്നു. അത് ഓക്കെ, ആ ഗെയിം കളിച്ച ആളുടെ മികവാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ PR ഒന്നും ഇത്രയധികം ചർച്ചയായിട്ടില്ല കഴിഞ്ഞ വർഷമൊക്കെ. നമ്മൾ ഈ PR ഉണ്ടായിരുന്ന ആളെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ വർഷം സപ്പോർട്ട് ചെയ്തത്, അന്ന് ഓർത്തോണം. അതും 10 പൈസ വാങ്ങിക്കാറ്. ഇതുവരെ PR-ന്റെ പൈസ ഞാൻ വാങ്ങിച്ചിട്ടുള്ള പലരും ഉണ്ട്. നിങ്ങൾക്ക് അവരോട് പോയി ചോദിച്ചാൽ അവർ നിങ്ങളുടെ കോമന്റ് റിമൂവ് ചെയ്ത് കളയും. ആ രീതിയിലുള്ള അത്രയധികം PR സ്റ്റണ്ടുകൾ നടക്കുന്നുണ്ട് പുറത്ത്. ഒന്ന് ഓർത്തോണം. ലൈവിനകത്ത് ഈ ഇഷ്യൂ നടന്ന സമയത്ത് തന്നെ നൂറയുമായിട്ട് അനുമോൾ ഒന്ന് കൊമ്പ് കോർത്തപ്പോ തന്നെ, അല്ലെ നൂറയോട് ആ ഒരു ചോദ്യം അനുമോൾ ചെന്ന് ചോദിച്ചപ്പോ തന്നെ ആദിലയുടെയും നൂറയുടെ യൂട്യൂബ് ചാനലില് പെയ്ഡ് PR അറ്റാക്ക്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. ഇതൊന്നും അനുമോൾ അറിയുന്നില്ല, അനുമോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അകത്തിരുന്ന് ഈ കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? വോട്ടിന് വേണ്ടിയാണോ? എന്തിനു വേണ്ടിയാണ് അനുമോൾ ഈ കരഞ്ഞു മെഴുകുന്നത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. എന്ത് ന്യായീകരണം വേണേലും ആർക്ക് വേണേലും പറയാം, പക്ഷെ എന്തിനാണ് അനുമോൾ ഈ കരഞ്ഞു മെഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ലൈവിനകത്ത് എന്താണെന്നുണ്ടായെന്ന് പറയാം. അക്ബർ റേസ് ആകുന്നുണ്ട്. അക്ബർ നല്ല രീതിയിൽ തന്നെ ഷൗട്ട് ചെയ്യുന്നുണ്ട് അനുമോളുടെ അടുത്ത്. പറയുന്നുണ്ട്, ഇത് അക്ബറിനെ കരിവാരി തേക്കണം എന്ന് പറഞ്ഞ് നീ ആദിലയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ആദിലയും നൂറയും ഷൈത്തിയും ഒക്കെ എന്റെ അടുത്ത് പറഞ്ഞു എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യം, അത് തെറ്റിദ്ധാരണയാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ അനുമോള് ഒരു ടിഷ്യൂ പേപ്പറിൽ കാണിച്ചിരുന്നു. അത് ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചിരുന്നു. ഇത് തന്നെ മാറ്റിയും മറിച്ചും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്റെ നമ്പർ, ചേച്ചിയുടെ നമ്പർ, ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ നമ്പർ, അങ്ങനെയൊക്കെ മാറ്റിയും മറിച്ചും പറയുന്നുണ്ട്. ഞാനിത് കേട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാറ്റിയും മറിച്ചും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ എന്ന് വെച്ചാൽ നമ്പർ കൊടുത്തു. അത് ആരുടെ നമ്പർ എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മുടെ ഒന്നും ഫോണിൽ ഈ നമ്പർ ഇല്ല, അതുകൊണ്ട് നമുക്കറിയത്തില്ല ആരുടെ നമ്പറാണ് കൊടുത്തതെന്ന്. ഇതിങ്ങനെ മാറ്റിയും മറിച്ചും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണേലും മാറ്റി മറിച്ചുകൂടെ, എങ്ങനെ വേണേലും മാനിപ്പുലേറ്റ് ചെയ്തുകൂടെ? ചേച്ചി വഴിയാണേലും PR-നെ എത്തിക്കൂടാന്ന് ആര് കണ്ടു? അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അക്ബർ ഈ റേസ് ആവുന്നത്, ഷൗട്ട് ചെയ്യുന്നതൊക്കെ. ഇത് അക്ബറിന്റെ തെറ്റിദ്ധാരണയല്ല, പുറത്ത് ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അക്ബർ പറയുന്ന കാര്യം കറക്റ്റ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. എന്തേലും വ്യത്യാസം ഉണ്ടോ? അല്ല, നിങ്ങൾ ആദിലയുടെയും നൂറയുടെയും ചാനലെടുത്ത് പോയി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തേലും വ്യത്യാസം ഉണ്ടോ, എന്തേലും ഇതുണ്ടോ എന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.